അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യരെ കണ്ടില്ലേ നിങ്ങൾക്ക്? ചുറ്റുപാടുകൾ നോക്കൂ. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാ വമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതെ, എല്ലാ ജീവികളെയും ചെറുതും വലുതുമായ സർവ്വമാന ജീവികളെയും സൃഷ്ടിച്ചവൻ അവനാണ്. വമിൻഹും മൻ യംശി അലാ ബത്നിഹി. ആ മൃഗങ്ങളുടെ ജീവികളുടെ കൂട്ടത്തിൽ ഉദരങ്ങളിൽ ഇഴഞ്ഞു നീങ്ങുന്നവയുണ്ട്. ഉദരങ്ങളിൽ ഇഴഞ്ഞു നീങ്ങുന്നവ. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ. ആ മൃഗജീവികളുടെ കൂട്ടത്തിൽ രണ്ടു കാലിൽ എണീറ്റു നടക്കുന്നവ. അതുപോലെ വമിൻഹും മൻ യംശി അലാ അർബഅ. നാലു കാലിൽ നടക്കുന്നവ. എത്ര തരം ജീവികൾ, ഏതെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങൾ! ഈ ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചവരാണ്. അവരാണ് ആരാധനക്കർഹൻ. അവരാണ് സാക്ഷാൽ ദൈവം. അവരാണ് യഥാർത്ഥ ഇലാഹ്. വ്യാജ ദൈവത്തിന് ഇവിടെ സ്ഥാനമില്ല. കപടാത്മീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. കാപട്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന ദിവ്യാത്ഭുതങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ആകാശഭൂമികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു അവരെ പരിചയപ്പെടുത്തുകയാണ്. മനുഷ്യരെ, ഇത് മാത്രമാണോ? അതേ, എണ്ണിയാളെടുക്കാത്ത ജീവജാലങ്ങളെ സൃഷ്ടിച്ചു വിടുക മാത്രമാണോ എന്ന് ചെയ്തത്? ഒരിക്കലും അല്ല. ഇവക്കാവശ്യമായ ഭക്ഷണം ഒരുക്കിക്കൊടുത്തവൻ അവരാണ്. കടലിലായാലും കരയിലായാലും ഒരു ജീവിയും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന നിയമം ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. അതെ, ഈ ഭൂമിയിൽ ഒരു ജീവിയുമില്ല അല്ലാഹു അവയുടെ ഭക്ഷണം ഏറ്റെടുത്തിട്ടല്ലാതെ. എത്ര നിസ്സാര ജീവിയാണെങ്കിലും അവർക്ക് അല്ലാഹു അന്നം കൊടുക്കുന്നുണ്ട്. അത് കടലിലായാലും അത് കരയിലായാലും. ഈ കടലിലും കരയിലുമുള്ള കൊടാലക്കോടി ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. റബ്ബൊരുക്കി വെച്ചിട്ടുണ്ട്. ആൾദൈവങ്ങളായി ചമയുന്നവരെ, അന്തരീക്ഷത്തിൽ നിന്ന് എച്ചത്തി വാറ്റെടുക്കുന്നവരെ, അതേ ആനന്ദമാരായി ചമഞ്ഞ് കയ്യിൽ തോക്കുമായി ഊരിയിരിക്കുന്നവരെ, തന്റെ സംരക്ഷണത്തിന് വേണ്ടി സെക്യൂരിറ്റിയെ നിയമിച്ച കള്ളനിയമങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ ലോകത്ത് ജീവിക്കുന്ന ഈ ലോകത്തുള്ള കോടാനക്കോടി ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഒരു അരമണിക്കൂറത്തെ വേണ്ട ഒരു സെക്കൻഡിന് ആവശ്യമായ ഭക്ഷണം നൽകാൻ ഏതെങ്കിലും ഒരു കള്ളദൈവത്തിന്, ഒരു ആദൈവത്തിന്, ഒരു വ്യാജന് സാധിക്കുമോ? സാധ്യമല്ല. ഈ വ്യാജനെ ഇവർ കഴിക്കാറുള്ളതും അവന് ശ്വസിക്കാറുള്ളതും അവന് കുടിക്കാറുള്ളതും അടക്കം റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുക്കുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. മനുഷ്യരെ, നിങ്ങളെ സംബന്ധിച്ച് തന്നെ ഒന്ന് ആലോചിച്ചോളൂ. നിങ്ങളെ സംബന്ധിച്ചെന്ന് ചിന്തിച്ചോളൂ. വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പായുന്നതിന് മുമ്പ്, നിങ്ങൾ ആ ദൈവങ്ങളുടെ മുന്നിൽ പോയി നമിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ശവകുടീരങ്ങളുടെ മുന്നിൽ പോയി തലകുനിക്കുന്നതിന് മുമ്പ്, എന്റെ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞിട്ട് സ്വയം ഒന്ന് ചിന്തിക്കാൻ നീ തയ്യാറാകുമോ? ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചവൻ അതാരാണ്? അവനാണ് അല്ലാഹ്. അവനാണ് യഥാർത്ഥ ഇലാഹ്. അവനാണ് ആരാധനക്കർഹൻ. يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات ثلاث. മൂന്ന് ഇരുട്ടറകളിലായി നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നെ സംരക്ഷിച്ചവനാണ്. അവനാണ് അല്ലാഹ്. അവനാണ് ആരാധനക്കർഹൻ. അവനാണ് സാക്ഷാൽ ഇലാഹ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനുഷ്യരെ, അത്തിയാർ ശബ്ദം കേൾക്കുന്ന കളിമണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ച് വളർത്തുകൊണ്ടുവന്നത്. പിന്നെ നാം ആ നുത്ഫത്തിലെ കോടാനക്കോടി ബീജങ്ങളിൽ ഒരു ബീജമായിരുന്ന നിന്നെ സുരക്ഷിതമായ ഒരു സങ്കേതത്തിൽ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ പാർപ്പിച്ചു. فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. കോടാനക്കോടി ബീജങ്ങളിൽ ഒരു ബീജമായിരുന്ന നീ പിന്നെ സിക്താന്തമായി മാറി നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു രക്തക്കഷണമെന്നോളം അള്ളിപ്പിടിച്ചിരുന്ന കാലം. ആ കാലത്ത് നിന്റെ സംരക്ഷണം ഏറ്റെടുത്തവനാണ്? അവനാണ് അല്ലാഹ്. അതിനുശേഷം നിന്റെ മാംസാവസ്ഥ, ആ രക്താവസ്ഥയ്ക്ക് ശേഷമുള്ള മാംസാവസ്ഥ, ആ അവസ്ഥ
അവസ്ഥയിൽ കൈകൾ രൂപാന്തരപ്പെടുന്നതേയുള്ളൂ, കണ്ണുകൾ രൂപാന്തരപ്പെടുന്നതേയുള്ളൂ, നിന്റെ അവയവങ്ങൾ രൂപാന്തരപ്പെടുന്നതേയുള്ളൂ. നിനക്ക് ആവശ്യമായ കരങ്ങൾ, നിനക്ക് ആവശ്യമായ കണ്ണുകൾ, നിനക്ക് ആവശ്യമായ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ നിനക്ക് നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഒരുക്കി തന്നവനാണ്. അവനാണ് അല്ലാഹ്, അവനാണ് ആരാധനക്കർഹൻ, അവനാണ് സാക്ഷാൽ ഇലാഹ്. അത് മാത്രമാണോ? അതിനുശേഷം നിന്റെ അവസ്ഥ, ആ അവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ട് മാംസക്കഷ്ണം എല്ലും തുണ്ടങ്ങളായി മാറി, എല്ലും തുണ്ടത്തെ മാംസം പൊതിഞ്ഞ് അതിനുശേഷം മറ്റൊരു സൃഷ്ടിയായി നീ രൂപാന്തരപ്പെട്ടു. നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ സുന്ദരനായ ഒരു കുട്ടിയായി നീ കഴിച്ച കാലം, നിന്റെ വാപിളർക്കാൻ, നിനക്ക് പറയാൻ, നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാതിരുന്ന കാലം, നിനക്ക് ആവശ്യമായതെല്ലാം നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ എത്തിച്ച് നിന്നെ സംരക്ഷിച്ചവൻ, നിന്നെ വളർത്തിയവൻ, നിന്നെ വലുതാക്കിയവൻ അവനാണ് അല്ലാഹ്. അതാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അതാണ് അല്ലാഹുവിന്റെ കഴിവ്. ആ അല്ലാഹുവിനെ നിഷേധിക്കാൻ നീ ആ ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നു, ആ റബ്ബിനെ നിഷേധിക്കാൻ നീ വ്യാജദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നു, ആ സൃഷ്ടാവിനെ നിഷേധിക്കാൻ നീ വിദ്യാഭ്യാസങ്ങൾ കാണിക്കുന്നുവോ, മാജിക്കുകൾ കാണിക്കുന്നുവോ? ഇല്ല. പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴ സാക്ഷി, ഈ